വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. കേരളത്തിൽ നടക്കുന്നത് കുംഭമേളയോ അതോ വർഗീയമേളയോ? നോക്കാം നമുക്ക് ചിലതൊക്കെ. ലക്ഷ്മി കാണത്ത് എന്ന് പറയുന്ന ഒരു കുലസ്ത്രീയുടെ പോസ്റ്റ് കണ്ടു ഫേസ്ബുക്കിൽ. അതിലവർ എഴുതിയിരിക്കുന്നത്, ഭാരതത്തിലെ എല്ലാ ഹിന്ദുക്കളും തിരുനാവായയിലേക്ക് വരൂ, കുംഭമേളയിൽ പങ്കെടുക്കൂ എന്നാണ്. മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസികളായ ഹിന്ദുക്കളെയും വിളിക്കുന്നു കുംഭമേളയ്ക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരെ പേടിപ്പിക്കാനാണ് ഇമാതിരി തീക്കൊള്ളി കാണിക്കുന്നത്? മലപ്പുറത്തെ മാപ്രമാരെ പേടിപ്പിക്കാൻ? നിങ്ങൾ പേടിച്ചോടിയപ്പോഴും മാപ്പെഴുതി കാലിൽ വീണ് കരഞ്ഞപ്പോഴും ഒരടി പോലും പതരാതെ ജനിച്ച മണ്ണിന്റെ മാനം കാക്കാൻ ഉടുത്ത കൊണ്ട് മടക്കി കുത്തി നെഞ്ചു വിരിച്ചുന്നവരാണ് മലപ്പുറത്തെ മാപ്രമാർ. അവരെയാണ് നിങ്ങൾ കുംഭമേള കാട്ടി പേടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെയും നിങ്ങൾ മലപ്പുറത്തേക്ക് പിടിക്കുന്നത് എന്തിനാണ്? ഭാരതപ്പുഴയും അറബിക്കടലും മൂടാനാണ്. അതല്ലാതെ ഇതൊരു പുണ്യകർമ്മത്തിനുള്ള ക്ഷണമായി കാണുന്നില്ല. അത്തരത്തിലാണ് നിങ്ങളെപ്പോലുള്ള തീവ്ര ഹിന്ദുക്കളുടെ ആഹ്വാനങ്ങൾ. ഈ താരക ഫേസ്ബുക്കിൽ കുറിച്ചത് ഞാൻ വായിക്കാം. മലപ്പുറത്ത് വന്ന് കുംഭമേളയിൽ പങ്കെടുത്ത് ഹിന്ദുവാകും. മതം മാറ്റപ്പെട്ട എല്ലാവരും ഹിന്ദുവായി മടങ്ങി വരാൻ മലപ്പുറത്തെത്തിയാൽ മതി. ഇനി പൊന്നാനിയിൽ പോയ വാപ്പ വിജയേട്ടനും മരുമോനും ഒന്നിച്ചു വരാം. സ്വാഗതം ചെയ്യുന്നു. ടിപ്പു തീവ്രവാദിയുടെ പടയോട്ടത്തിൽ പാരമ്പര്യം നഷ്ടപ്പെട്ട് അഹിന്ദുവാകേണ്ടി വന്ന ഹിന്ദുക്കൾക്ക് സ്വന്തം പിതൃക്കൾക്ക് ആചാരപ്രകാരം പിതൃതർപ്പണം നടത്തി മടങ്ങി തറവാട്ടിൽ കയറാനുള്ള പുണ്യ അവസരമായി മലപ്പുറത്ത് നടക്കുന്ന കുംഭമേളയെ കാണുക. മടങ്ങി വരാൻ മലപ്പുറത്തെ കുംഭമേളയ്ക്ക് എത്തുക, മതം മാറിപ്പോകേണ്ടി വന്നവർ ഹതഭാഗ്യം. ടിപ്പു തീവ്രവാദി കാരണം അപൂർണതാക്കപ്പെട്ടവർക്ക് ഇനിമേലിൽ പൂർണ്ണരായി ജീവിക്കാനുള്ള ഒരു അവസരമാണിത് എന്ന് ലക്ഷ്മി കാണത്ത്. ഈ സ്ത്രീക്ക് എന്താ വട്ടായത്? ഒരിക്കലും നടക്കാത്ത വാഗ്ദാനം നൽകി ആളുകളെ ഹിന്ദുമതത്തിലേക്ക് ക്ഷണിക്കാൻ. എക്സ് ഹിന്ദുക്കളോട് തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് വരാനാണ് പറയുന്നത്. ഒപ്പം ഒരു വാഗ്ദാനവും നൽകുന്നുണ്ട്. അവിടെ തിരിച്ചു ചെല്ലുന്നവർക്ക് അറ്റുപോയ തലപ്പ് തിരിച്ചു നൽകുമെന്നാണ് പറയുന്നത്. അതല്ലേ ടിപ്പു കാരണം അപൂർണരായവർ പൂർണ്ണരാവാൻ തിരിച്ചു വരൂ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാത്രമല്ല, ചെവിയിൽ പൂടെയുള്ളവരെ കാണുമ്പോൾ എട്ടടി മാറി നിന്നവർക്ക് ഇല്ലത്ത് പായ വിരിക്കാൻ സൗകര്യമുണ്ടത്രേ. നല്ലൊരു ശതമാനം ഹിന്ദുക്കളും അഹിന്ദുക്കളായത് മേലാളന്മാരുടെ ഹിംസ സഹിക്കാനും ഐത്തം കൊണ്ട് പൊറുതിമുട്ടിയുമാണ്. ഇനി തിരിച്ചു വന്നാൽ നിങ്ങൾ താഴ്ന്ന ജാതിക്കാരെ പൂണുലിട്ട് ബ്രാഹ്മണരാക്കുന്നു. ഉണ്ടെങ്കിൽ ആ ഉറപ്പ് കൂടി നൽകണം. കുംഭമേളയ്ക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അത് വൈരാഗ്യത്തിന്റെയും പ്രതികാരത്തിന്റെയും പ്രതിരൂപമല്ല, മറിച്ച് അഹങ്കാരം ഉപേക്ഷിക്കൽ, പാപബോധത്തിൽ നിന്നുള്ള മോചനം, ആത്മാവിനെ ശുദ്ധീകരിക്കൽ, ദൈവസ്മരണ കൊണ്ട് നിർമ്മലരാവൽ എന്നിവയൊക്കെയാണ്. പകരം നിങ്ങൾ എന്താണ് ചെയ്തത്? മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള വേദിയായി കുംഭമേളയെ കാണുന്നു. വർഗീയത പറഞ്ഞ് ഹിന്ദുത്വത്തെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ് നിങ്ങൾ കുംഭമേളക്ക് നദിയിൽ മുങ്ങി കുളിക്കുന്നത്? അത് അഹങ്കാരം, പാപബോധം, അജ്ഞാനം എന്നിവ ഒഴുക്കിക്കളയാനാണ്. ഞാൻ എന്ന ബോധം നദിയിൽ അലിയിച്ചു കളയുന്നതിനാണ്. അതിനുവേണ്ടിയാണ് പ്രതീകാത്മകമായി ഈ സ്നാനം നടത്തുന്നത്. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നതോ? നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിനെതിരും. കഷ്ടം. സ്വാമിമാർ വരെ രംഗത്ത് വരുന്നത് മതവൈരം വളർത്താൻ വേണ്ടി മാത്രം. അസുരന്മാരിൽ നിന്നും അമൃത് സംരക്ഷിക്കാൻ മോഹിനി രൂപം കൊണ്ട വിഷ്ണു അമൃതമായി പോകുമ്പോൾ അമൃതകുംഭത്തിൽ നിന്നും തെറിച്ച അമൃത തുള്ളികൾ വീണ 4 പ്രധാന സ്ഥലങ്ങളാണ് പ്രയാഗ്രാജ്, അലഹാബാദിലെ ഗംഗ യമുന സരസ്വതി സംഗമം, ഹരിദ്വാർ ഗംഗ, ഉജ്ജയിനി ക്ഷിപ്രനദി, നാസിക് ഗോദാവരി നദി എന്നിവ. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ നവാം മുകുന്ദയുമൊക്കെ ഭാരതത്തിലെ ദക്ഷിണ പ്രയാഗ് അഥവാ ഗംഗാ തീർത്ഥത്തിന് സമമെന്ന വിശ്വാസത്തിലാണ് സ്നാനം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഹിന്ദുവിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ എതിർക്കാനോ മാത്രം ബുദ്ധിശൂന്യരല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറത്തുകാർ. എന്നിട്ടും എല്ലാ തെറിയും പൂരപ്പാട്ടും മലപ്പുറത്തിനും മലപ്പുറത്തെ മുസ്ലിമിനും. മുസ്ലിങ്ങളുടെ ബാപ്പക്കും ഉമ്മക്കുമൊക്കെ വിളിച്ച് മലപ്പുറത്തെ കുട്ടിച്ചോറാക്കാമെന്ന് ആരും കരുതണ്ട. അത് കേൾക്കില്ല. മലപ്പുറത്തുകാർക്ക് മതം എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും അറിയാം. പക്ഷെ ഒരു കാര്യം, ഗർവാപസിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ
ആ ചെത്തിക്കളഞ്ഞ തൊലി കൂടി കൊണ്ടുവരാൻ പറയാൻ മറക്കരുതേ എന്നൊരു അപേക്ഷയുണ്ട്.